ഹലോ ഓൾ വെൽക്കം ടു പി കെ ലേണിങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് PYQ സീരീസിൻ്റെ 2021 അടുത്തൊരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ന് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ് നിതി ആയോഗ് എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്കാണ് ഇന്ന് പ്രധാനമായിട്ടും എടുക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ വന്ന് 2021 ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 2021 ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരത്തെ പറ്റിയിട്ടാണ്. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിതം പ്ലാൻഡ് ആയിട്ടുള്ള വ്യാവസായിക നഗരം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ബാംഗ്ലൂരുണ്ട്, ജംഷഡ്പൂരുണ്ട്, ഉദയ്പൂരുണ്ട്, കൊൽക്കത്തയുണ്ട്. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്, ജംഷഡ്പൂർ. ടാറ്റ സ്റ്റീൽ പ്ലാന്റിന് അല്ലെങ്കിൽ ടിസ്കോയ്ക്ക് ചുറ്റിനുമായിട്ട് ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ ജംഷഡ്ജി ടാറ്റ വിഭാവനം ചെയ്ത നഗരമാണ് ഏത്? ജംഷഡ്പൂർ എന്ന് പറയുന്നത്. 1907 സ്ഥാപിതമായ ഈ നഗരം ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരമായി അറിയപ്പെടുന്നു. ഇത് ഇന്ന് ജാർഖണ്ഡ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ റോഡുകളും പാർക്കുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഈ നഗരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എന്ത് മനസ്സിലാക്കുക? ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് സിറ്റികളിലൊന്നാണ് ജംഷഡ്പൂർ എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? നമ്മുടെ ടിസ്കോ അല്ലെങ്കിൽ ടാറ്റ സ്റ്റീൽ പ്ലാന്റിന് ചുറ്റുമായിട്ട് ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്ന ജംഷഡ്ജി ടാറ്റ തന്നെയാണ് ഈ ഒരു നഗരം വിഭാവനം ചെയ്ത് പ്ലാൻ ചെയ്തത്. 1907 ഈ നഗരം ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമായിട്ട് അതുകൊണ്ട് തന്നെ എന്തറിയപ്പെടുന്നു? ഈ ജംഷഡ്പൂർ എന്ന് പറയുന്ന നഗരം അറിയപ്പെടുന്നു. ഇത് ഇന്ന് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ജാർഖണ്ഡ് സംസ്ഥാനത്താണ്. പണ്ട് ഇത് എവിടെയായിരുന്നു? ആദ്യത്തെ കാലഘട്ടത്തിൽ ഈ ജാർഖണ്ഡ് എന്ന് പറയുന്നത് പിന്നീട് വന്നൊരു സംസ്ഥാനമാണ്. അതിന് മുന്നേ പല പ്രദേശങ്ങളും ബീഹാറിലായിരുന്നു പ്രധാനമായിട്ട് ഈ ജാർഖണ്ഡ് പ്രദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. വിശാലമായ റോഡുകളും പാർക്കുകളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയാണ് ഈ നഗരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം. ഇത് നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ വരുമ്പോൾ കൺഫ്യൂഷൻ കുറയും. പക്ഷേ നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ട്, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ട്, നാഷണൽ പ്ലാനിംഗ് കമ്മീഷനുണ്ട്, നാഷണൽ പ്ലാനിംഗ് കമ്മീഷനുണ്ട്, നാഷണൽ പ്ലാനിംഗ് കൗൺസിലുണ്ട്. ഇത് മൂന്നും ഓരോരോ കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. കമ്മിറ്റി എന്ന് പറയുന്നത് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ളൊരു കാലഘട്ടത്തിലാണ്. ആ ഒരു കാലഘട്ടത്തിൽ ബോസിൻ്റെ സമയത്ത് എന്താണ് INC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം 38-39 കാലഘട്ടങ്ങളിൽ INC പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 38 അദ്ദേഹം ലീഡ് ചെയ്തത്. ഈ ഒരു ടൈം പീരീഡിൽ നെഹ്റുവിനെ ഹെഡാക്കി വെച്ചുകൊണ്ട് ബോസ് രൂപീകരിച്ചാണ് എന്ത്? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. 1938 പിന്നീട് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ വന്നു. ഒരു ബോഡിയായിട്ട് എന്താണ് ഇന്ത്യയുടെ പ്ലാനിങ്ങിന് ആസൂത്രിതമായിട്ട് ഇന്ത്യനെ പ്ലാൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ വരുന്നുണ്ട് 1950, 1950. അതിനുശേഷം അതിനെ അസിസ്റ്റ് ചെയ്യുന്നുള്ള പേരിലാണ് പിന്നീട് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ വരുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷനെ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷനെ സഹായിക്കുന്നതിനും ഉപദേശങ്ങൾ നൽകുന്നതിനുമായിട്ട് 1965 4ാം പദ്ധതി കാലത്താണ് പ്രധാനമായിട്ടും ഇത് വരുന്നത്. വിവിധ മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെട്ട ഈ സമിതി 4ാം പഞ്ചവത്സര പദ്ധതിയുടെ തയ്യാറെടുപ്പുകൾക്കാണ് പ്രധാനമായിട്ടും ഊന്നൽ നൽകിയത്. അപ്പോൾ പ്ലാനിംഗ് ചെയ്യുന്ന സമയത്ത് ഓരോരോ ഫീൽഡുകളിൽ നമ്മളിപ്പോൾ ഓരോ പ്ലാനിംഗ് ചെയ്യുന്ന സമയത്ത് പ്ലാനിംഗ് കമ്മീഷൻ ഓരോ ഇയർ വരുന്ന സമയത്തും നമ്മൾ ഓരോ സൈഡിൽ എക്സ്പെർട്ടൈസ് നോക്കും. അപ്പോൾ ഓരോ മേഖലയ്ക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. ആ ഒരു മേഖലയിലെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് അവരുടെ അഡ്വൈസും കൂടെ സ്വീകരിക്കുകയാണ് 65 4ാം പദ്ധതിയുടെ കാലത്ത് പ്രധാനമായിട്ട് ഇവർ ചെയ്തത്. അപ്പോൾ 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ വന്നത്. 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, 1950 നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ, 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ വരുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 കടക്കുകയാണ്. ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ കണക്കാക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ദാദാഭായ് നവറോജി. അദ്ദേഹം അതിനായി ഉപയോഗിച്ച മാർഗം എന്തായിരുന്നു? കലോറിയുടെ അടിസ്ഥാനത്തിലാണോ, ചില്ലറ വിൽപ്പന വില സൂചികയാണോ, ജയിൽ ജീവിത ചെലവ് സൂചികയാണോ, മൊത്ത വിൽപ്പന വില സൂചികയാണോ എന്നാണ് ചോദ്യം. നമുക്ക് നേരെ ആൻസറിലേക്ക് കടക്കാം. ഓപ്ഷൻ സി ആണ്. എന്താണ്? ദാദാഭായ് നവറോജിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാരിദ്ര്യരേഖ കണക്കാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. ഭയങ്കര അൺഒഫീഷ്യലായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ പിന്നീടാണ് വരുന്നത്. ഇപ്പോൾ VKRV റാവു പോലുള്ള പല ആളുകൾ പിന്നീട് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തികളിലൊന്നായിരുന്നു ദാദാഭായ് നവറോജി. അദ്ദേഹം അൺഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചു. ജയിലിലെ തടവുകാർക്ക് നൽകുന്ന ഭക്ഷണത്തിൻ്റെ വിലയും അതിനായി വരുന്ന ചെലവും അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ദാരിദ്ര്യരേഖ നിർണ്ണയിച്ചത്. ഒരു തടവുകാരന് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ആഹാരക്രമത്തിൻ്റെ വിലയാണ് അദ്ദേഹം ഇതിനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ
മനസ്സിലാക്കുക, ജയിലിലെ തടവുകാർക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ വിലയും അതിനായി വരുന്ന ചെലവുകളും അടിസ്ഥാനമാക്കിയിട്ട് ജയിൽ ജീവിത ചെലവ് എന്നുള്ള കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം പോവർട്ടി ലൈൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഒരു തടവുകാരന് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ആഹാരക്രമം എന്താണ്, അതിന്റെ വില എന്താണ് എന്ന് നോക്കിയിട്ടാണ് അദ്ദേഹം ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹം മുതിർന്നവർക്ക് വേണ്ട ആഹാരത്തിന്റെ അളവും കുട്ടികൾക്ക് വേണ്ട ആഹാരത്തിന്റെ അളവും കണക്കിലെടുത്ത് ഒരു ശരാശരി മൂല്യം കണ്ടെത്തുകയാണ് ചെയ്തത്. ഇത് പ്രകാരം പ്രതിവർഷം 16 രൂപ മുതൽ 35 രൂപ വരെയായിരുന്നു അദ്ദേഹം കണക്കാക്കിയ ദാരിദ്ര്യരേഖ. അന്നത്തെ കാലഘട്ടം അനുസരിച്ച് പ്രതിവർഷം 16 രൂപ മുതൽ 35 രൂപ വരെയായിരുന്നു അന്ന് അദ്ദേഹം കണക്കാക്കിയിട്ടുള്ള ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്. ഇനി ഇത് എവിടെയാണ് ഇത് പ്രസന്റ് ചെയ്തത്? തന്റെ വിഖ്യാതമായ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ സിദ്ധാന്തങ്ങളെ കുറിച്ച് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പുസ്തകമായിട്ടുള്ള പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ഇതിനെ പറ്റിയിട്ട് അദ്ദേഹം പ്രധാനമായിട്ടും മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് കടക്കുകയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ചെറുകിട വ്യവസായത്തിന്റെ വളർച്ചയ്ക്കായി രൂപീകരിച്ച കമ്മീഷൻ? ചെറുകിട വ്യവസായത്തിന്റെ വളർച്ചയ്ക്കായിട്ട് രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? കാർവേ കമ്മിറ്റി, തപസ് മജുംദാർ കമ്മിറ്റി, ലിബർഹാൻ കമ്മീഷൻ, നരേന്ദ്രൻ കമ്മീഷൻ, ഇതിൽ ഏതാണ് ചെറുകിട വ്യവസായത്തിന്റെ വളർച്ചയ്ക്കായിട്ട് രൂപീകരിച്ച കമ്മീഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ ആണ്, കാർവേ കമ്മിറ്റിയാണ് ഉത്തരമായിട്ട് വരുന്നത്. 1955 രൂപീകരിച്ച ഈ കമ്മിറ്റി വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി എന്ന പേരും കൊണ്ട് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു. ഗ്രാമവികസനത്തിനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത്. കാർവേ കമ്മിറ്റി 1955. അടുത്താണ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇന്ത്യ പിന്തുടരുന്ന പ്ലാനിംഗ് മോഡൽ ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്? അമേരിക്കയാണോ, ചൈനയാണോ, സോവിയറ്റ് യൂണിയനാണോ, ജർമ്മനിയാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ഡയറക്റ്റ്ലി അറിയാം ഇന്ത്യയുടെ പ്ലാനിംഗ് വന്നത് എവിടെ നിന്നാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി അഥവാ സോവിയറ്റ് യൂണിയനാണ്. ആസൂത്രണത്തിന് തുടക്കം എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു സോവിയറ്റ് യൂണിയനിലെ സാമ്പത്തിക ആസൂത്രണ രീതികളിൽ ആകർഷണമായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ എന്ന മാതൃക സ്വീകരിച്ചു. ഇവിടെ നിന്ന് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യ സ്വീകരിച്ചു. സോഷ്യലിസ്റ്റ് സ്വാധീനം, സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ പാകാൻ കേന്ദ്രീകൃതമായ ആസൂത്രണം അത്യാവശ്യമാണെന്ന് അദ്ദേഹം ആദ്യമായിട്ട് തന്നെ വിശ്വസിച്ചിരുന്നു. അങ്ങനെ 1928 ജോസഫ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ മാതൃക ഇന്ത്യക്ക് പ്രചോദനമായി മാറി. 1928 ജോസഫ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയൻ നടപ്പിലാക്കിയിട്ടുള്ള 5 ഇയർ പ്ലാനിനെ ആധാരമാക്കിയാണ് ഇന്ത്യ പ്ലാനിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. 1950 ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുകയും 51 ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. നമ്മൾ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ കൗൺസിലിനെ പറ്റി പറഞ്ഞപ്പോൾ കമ്മിറ്റീനെ പറ്റിയിട്ടും കൗൺസിലിനെ പറ്റിയിട്ടും കമ്മിറ്റീനെ പറ്റിയിട്ടും കൂട്ടിയിട്ടും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി ആസൂത്രണ കമ്മീഷനെ പറ്റിയിട്ട് പറഞ്ഞു. ഓൾറെഡി നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റനിൽ നാഷണൽ പ്ലാനിംഗ് കൗൺസിലിനെ പറ്റി പറഞ്ഞു. അപ്പോൾ നാഷണൽ പ്ലാനിംഗ് കൗൺസിലിനെ പറ്റിയിട്ടും കമ്മീഷനെ പറ്റിയിട്ടും കമ്മിറ്റിയെ പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മുടെ കമ്മീഷൻ എടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ത്യയുടെ പ്ലാനിംഗ് 1950കളിൽ തുടങ്ങുന്നത് ഈ നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ എന്ന് പറയുന്നതിന് മുന്നേ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ആദ്യം വന്നു. പിന്നീട് എന്ത് വന്നു? നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് വന്നത് കമ്മീഷനാണ്. ഈ കമ്മീഷൻ ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻസ് തുടങ്ങി. ഇതിനെ അസിസ്റ്റ് ചെയ്യാനാണ് പിന്നീട് കൗൺസിൽ വന്നതെന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 1950 ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ വന്നു. അതിന് മാതൃകയായത് 1928 ജോസഫ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയൻ നടപ്പിലാക്കിയിട്ടുള്ള പ്ലാനിംഗ് മോഡലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് കടക്കുകയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഉൾപ്പെടാത്തത് ഏത്? കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന കൃഷിനാശം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഭക്ഷ്യ ഉൽപാദനം എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യ വിതരണം എന്നല്ല പറയുന്നത്, ഭക്ഷ്യോൽപാദനം നേരിടുന്നതാണ് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി അതിന് ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ആണ് എന്താണ്? ഒരു കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം അഥവാ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഭക്ഷണം ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാനാണ് സഹായിക്കുന്നത്. അതൊരു വെല്ലുവിളി അല്ല. 2 പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കാം. ഒന്ന് ഉൽപ്പാദനവും വിതരണവും എന്ന് പറയുന്ന ഒരു പേഴ്സ്പെക്റ്റീവിൽ ചിന്തിച്ചാൽ ആൻസർ കിട്ടും. വെല്ലുവിളികളായിട്ട് നോക്കിയാലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫാക്ടർ നോക്കിയാലും നമുക്ക് ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി ഓപ്ഷനുകൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞത് പറയാണ്. കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതിക്ഷോഭങ്ങളും കൃഷിയെ നേരിട്ട് നശിപ്പിക്കുന്ന ഒന്നാണ്, ഉൽപ്പാദനം കുറയ്ക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൂടാതെ കർഷകർക്ക് യാന്ത്രികമായി യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ കാർഷിക ഉൽപ്പാദന ക്ഷമത കുറയ്ക്കാൻ കാരണമാകുന്ന മറ്റൊരു സാമ്പത്തിക വെല്ലുവിളി കൂടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് പോയാൽ രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പോൾ ആസൂത്രണ ലക്ഷ്യങ്ങൾ ഏതെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ലക്ഷ്യങ്ങളെന്ന് മാത്രമല്ല, ലക്ഷ്യങ്ങളിൽ തന്നെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് സ്പെസിഫിക് മേഖലയിലാണെന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ തുല്യതയാണോ, സ്വാശ്രയത്വമാണോ, സാമ്പത്തിക വളർച്ചയാണോ, ആധുനികവൽക്കരണമാണോ?
അപ്പോൾ ഇത് പ്രധാനമായിട്ടും എന്തിൻ്റെ ലക്ഷ്യങ്ങളാണ്? നമ്മൾ ഈ പറയുന്ന ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. എന്ത്? തുല്യത, സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം തുടങ്ങിയവ. അപ്പോൾ ഇതിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൻ്റെ വർധനവ് നമ്മൾ ഒന്നിന് ഡെഫിനേഷനായിട്ട് ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുകയാണ്. എന്ത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൻ്റെ വർധനവ് എന്തിനെ സൂചിപ്പിക്കുന്നു നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അത് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താനായിട്ട് കഴിയും. അപ്പോൾ ആൻസർ ബി ആണ്. എന്താണ്? ഒരു രാജ്യത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സാമ്പത്തിക വളർച്ച അഥവാ എക്കണോമിക് ഗ്രോത്ത് എന്ന് വിളിക്കുക. ഇത് പ്രധാനമായിട്ടും എന്തിനെ സൂചിപ്പിക്കുന്നു? GDP വർധനവിനെ സൂചിപ്പിക്കുന്നു. GDP ഓർമ്മയുണ്ടല്ലോ. GDP എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിയിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യമാണ് GDP എന്ന് പറയുന്നത്. ഈ GDP ഇക്കണോമിക് ഗ്രോത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ സാമ്പത്തിക വികസനത്തിന് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ്? സോഷ്യലിസം ആണോ, ക്യാപിറ്റലിസം ആണോ, ഇതൊന്നും അല്ലേ, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള മിശ്ര വ്യവസ്ഥയാണോ എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിംപ്ലി നമുക്ക് എന്ത് പറയാം? ആൻസർ ഓപ്ഷൻ സി ആണ്. എന്ത്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനായി തിരഞ്ഞെടുത്തത് മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് ഇക്കോണമിയാണ്. മിക്സഡ് ഇക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും എന്താണ്? മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും നല്ല വശങ്ങൾ കൂട്ടിയിണക്കിയ ഒരു രീതിയാണ് എന്ത്? ഈ പൊതുമേഖലയും സ്വകാര്യ മേഖലയും കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് മിശ്ര സമ്പദ് വ്യവസ്ഥയായിട്ട് പോകുക എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും നല്ല വശങ്ങൾ കൂട്ടിയിണക്കുന്ന ഒരു രീതിയാണ്. ഇവിടെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലയും വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ മേഖലയും സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലയും വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ മേഖലയും സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഇവിടെ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ. ഈ സാമൂഹിക ക്ഷേമം കണക്കിലെടുത്താൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനും പാവപ്പെട്ടവർക്ക് സേവനങ്ങൾ ഉറപ്പാക്കാനും സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ സർക്കാർ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. അപ്പോൾ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള കണ്ടീഷൻ നമുക്കറിയാം. എല്ലാവരും പോവർട്ടിയിലായിരുന്നു. ഈ പോവർട്ടി കണ്ടീഷനിലേക്ക് ഡയറക്റ്റ്ലി ക്യാപിറ്റലിസം കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. മുഴുവനായിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മേഖലകളെ വളരെ അനുവദിച്ചുകൊണ്ട് ചില മേഖലകളിൽ, തന്ത്രപ്രധാനമായ മേഖലകളിൽ ഗവൺമെൻറ് നേരിട്ട് ഇടപെടൽ നടത്തിയിരുന്നു. അതുവഴി വെൽഫെയർ നടപ്പിലാക്കാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസ്റ്റ് പോളിസിയും സോഷ്യലിസ്റ്റ് പോളിസിയും കൂടെ മിക്സ് ചെയ്ത് ഒരു മിക്സഡ് ഇക്കോണമിയാണ് ഇന്ത്യ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി സ്വകാര്യ സംരംഭകർക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരം കൊടുത്തിരുന്നു. അതുവഴി ഒരു സൈഡിൽ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, മറ്റേ സൈഡിൽ സോഷ്യലിസം പോളിസിയിൽ എന്താണ്? വെൽഫെയർ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ത്യ ഒരു മിക്സഡ് ഇക്കോണമി ഫോളോ ചെയ്തത്. അടുത്തായിട്ട് നമ്മൾ നിതി ആയോഗിലെ ബേസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റൻസ് കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ക്വസ്റ്റൻസ് പിന്നീട് വരും. അപ്പോൾ ഇന്ന് നമ്മൾ നിതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ക്വസ്റ്റൻസ് കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റൻ ആണ് ക്വസ്റ്റൻ നമ്പർ 9. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? അപ്പോൾ ക്വസ്റ്റൻ ശ്രദ്ധിക്കുക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക, സമ്പദ് വ്യവസ്ഥയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളായി മാറ്റുക. അപ്പോൾ പ്രധാനമായിട്ടും വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുന്നതാണോ, കാർഷിക വളർച്ച നേടാൻ വേണ്ടി സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുന്നതാണോ, സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതാണോ, അതോ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്നതാണോ? ഇതിൽ ഏതാണ് നിതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത്? നിതി ആയോഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കോപ്പറേറ്റീവ് രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധവും എല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് ആലോചിക്കുക. പോസിറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് എടുത്തിട്ട് കുറച്ച് നെഗറ്റീവായിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ നിതി ആയോഗുമായിട്ട് ബന്ധമില്ലാത്തതായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ പറ്റും. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ സഹായം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, മോഡേണൈസ് ചെയ്യുന്നതൊക്കെ എന്താണ്? എപ്പോഴും ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. അത് ഉറപ്പായിട്ടും ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വരാൻ സാധ്യതയില്ല. സമ്പദ് വ്യവസ്ഥയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാത്തിനെയും ഒരു പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗോൾ ആയിരിക്കും നമുക്കറിയാം. അത് വരാൻ ഒരു സാധ്യതയില്ല. പിന്നെയുള്ളത് സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഇതൊരു ട്രെൻഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുന്നതാണോ കൂട്ടുന്നതാണോ ഇപ്പോൾ കൂടുതൽ വരുന്നത് എന്നുള്ളത്. മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേണൻസ് എന്ന് പറഞ്ഞൊരു പോളിസി നടപ്പിലാക്കുന്ന സമയത്ത് സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്ന് പറയുന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക, ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ആൾക്കാരെ മാത്രം എടുത്ത് പറയുകയാണ്, അത് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും മനസ്സിലാക്കുക. അപ്പോൾ അതായിരിക്കണം ആൻസർ. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻസർ ബി തന്നെയാണ്. നിതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്. എന്തുകൊണ്ടാണ്? അവഗണന പാടില്ല. കാർഷിക വളർച്ചയ്ക്കായി ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രയോജനപ്പെടുത്തുക എന്നത് നിതി ആയോഗിന്റെ നയമായിട്ട് നമ്മൾ ഒരിടത്തും കേൾക്കുന്നില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് നിതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്ത് മാത്രമല്ല, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്തും എന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ നിതി ആയോഗ് ടാർഗറ്റ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക.
അപ്പോൾ മറ്റ് ഓപ്ഷനുകൾ നോക്കി കഴിഞ്ഞാൽ വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിന് നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുക. നമ്മൾ പറഞ്ഞതുപോലെ മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേണൻസ് എന്ന് പറഞ്ഞൊരു പോളിസി ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നഗരങ്ങളെ സുരക്ഷിതമാക്കുക എന്നതൊക്കെ നിതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്നാണ്. നമുക്ക് ഓൾറെഡി അറിയാം, പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി സഹകരണ ഫെഡറലിസം അഥവാ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളെ വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിയാണ് നിതി ആയോഗ് വിഭാവനം ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സഹകരണ ഫെഡറലിസം പരമാവധി ആര് പ്രോത്സാഹിപ്പിക്കുന്നു? നിതി ആയോഗ് പ്രോത്സാഹിപ്പിക്കുന്നു. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 10. നിതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ്? നിതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ഉപാധ്യക്ഷൻ ആരാണ്? അപ്പോൾ നിതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരുന്നു. ആരാണ്? നരേന്ദ്രമോദി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ നിതി ആയോഗിന്റെ ഉപാധ്യക്ഷനായി പ്രവർത്തിച്ച വ്യക്തിയാണ്. നിതി ആയോഗിന്റെ ഉപാധ്യക്ഷനായിട്ട് പ്രവർത്തിച്ച ആരാണെന്നാണ് ചോദ്യം. അധ്യക്ഷനായ വ്യക്തിയാണ് ആര്? നരേന്ദ്രമോദി. ആദ്യത്തെ അധ്യക്ഷനായിരുന്നു നരേന്ദ്രമോദി. പ്ലാനിംഗ് കമ്മീഷൻ മാറി നിതി ആയോഗ് വന്നപ്പോൾ അതിന്റെ ആദ്യത്തെ ചെയർമാനായിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു നരേന്ദ്രമോദി. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. പിന്നീട് അരവിന്ദ് പനഗരിയ, സിന്ധുശ്രീ ബുള്ളർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, സിന്ധുശ്രീ ഖുള്ളർ എന്നാണ് വരേണ്ടത്. പിന്നീട് നിതിൻ ഗഡ്കരി ആരാണ്? ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആണ്, നമുക്കറിയാം. പിന്നീടുള്ളത് അരവിന്ദ് പനഗരിയും സിന്ധുശ്രീ ഖുള്ളറുമാണ്. ഇവർ രണ്ടുപേരും ആദ്യത്തെ നിതി ആയോഗിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ആരായിരുന്നു സിന്ധുശ്രീ ഖുള്ളർ എന്ന് പറയുന്നത്? സിന്ധുശ്രീ ഖുള്ളർ എന്ന് പറയുന്നത് ആദ്യത്തെ CEO ആയിരുന്നു, അല്ലെ? നിതി ആയോഗിനകത്തെ CEO ആയിരുന്നു. അപ്പൊ ആരായിരിക്കും ആദ്യത്തെ നിതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്? വേറെ ആരുമല്ല, ഓപ്ഷൻ എ അരവിന്ദ് പനഗരിയ. 16th ഫിനാൻസ് കമ്മീഷനിലെ അടുത്ത ഫിനാൻസ് കമ്മീഷൻ വന്നതിൽ ഹെഡായിരുന്നു ആര്? അരവിന്ദ് പനഗരിയ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റ് ആയപ്പോഴേക്കും ഒരുപാട് പുതിയ ഫാക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട്, ഒരു പുതിയ ടെർമിനോളജീസ് ഒക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അരവിന്ദ് പനഗരി ഇതിന് മുന്നേ ആരായിരുന്നു? ഈ നിതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. നിതി ആയോഗ് 2015 ജനുവരി 1 പ്ലാനിംഗ് കമ്മീഷന് പകരമായി ഭാരത സർക്കാർ നിതി ആയോഗ് രൂപീകരിച്ചത്. 2015 ജനുവരി 1 അതുവരെ ഉണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷനെ സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് എന്ത് വന്നു? ഭാരത സർക്കാർ എന്ത് കൊണ്ടുവന്നു? നിതി ആയോഗ് കൊണ്ടുവന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ, നിതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു, അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ആയിരുന്നു ആര്? പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള അരവിന്ദ് പനഗരിയ. ഇദ്ദേഹമാണ് ഇന്ത്യയുടെ പിന്നീട് പ്ലാനിംഗ് കമ്മീഷന്റെ പ്ലാനിംഗ് കമ്മീഷൻ അല്ല, നിതി ആയോഗിന്റെ ചെയർപേഴ്സണായിട്ട് CEO നിതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സണായിട്ട് വന്നതിന് ശേഷം. അപ്പോൾ ഇദ്ദേഹം അരവിന്ദ് പനഗരി എന്ന് പറയുന്ന ഇദ്ദേഹം നിതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സണായിട്ട് വന്നതിന് ശേഷം ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷന്റെ ഹെഡായിട്ട് കൂടി വന്നിട്ടുണ്ട് എന്നുള്ള ഫാക്ട് ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ റെലവൻസ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അരവിന്ദ് പനഗരിയാണ് ആദ്യത്തെ ആര്? നിതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു നരേന്ദ്രമോദി. എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും നിതി ആയോഗിന്റെ അധ്യക്ഷൻ. സിന്ധുശ്രീ ഖുള്ളർ എന്ന് പറയുന്നത് ആദ്യത്തെ CEO ആയിരുന്നു. ഇപ്പോൾ BVR സുബ്രഹ്മണ്യമാണ് ഇപ്പോൾ CEO. സിന്ധുശ്രീ ഖുള്ളർ ചേഞ്ചായി. അപ്പോൾ ഓർത്ത് വയ്ക്കുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഇയറിലേക്ക് കടക്കുമ്പോൾ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഈസിയർ ആവുന്ന കാണാം. കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഈസിയാണ്. മലയാളത്തിലും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് 10th പ്രിലിംസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ആ ഒരു മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് മുതൽ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റിൻ്റെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 20 മുതൽ 21 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇത്ര ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ട്രെൻഡ്, ഒരു ഫോളോയിങ്, ഒരു പാറ്റേൺ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ PYQ എപ്പിസോഡുകളും പരമാവധി കണ്ടിട്ട് ഇതിന് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരെ താങ്ക് യു.